സുന്ദരിയും ഭീകരസത്വവും എന്ന കഥയിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? തുടങ്ങാം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ തോട്ടത്തിലെ റോസാപ്പൂ നീ മോഷ്ടിച്ചു. അതെന്തുമാവട്ടെ, അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. നീ മരിക്കണം. എനിക്ക് എനിക്ക് ഒരു റോസാപ്പൂ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. എന്റെ മകൾ സുന്ദരിക്കൊരു സമ്മാനമായി. കച്ചവടക്കാരൻ വിക്കി വിക്കി പറഞ്ഞു. എന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ല ചെയ്യാൻ, സത്വം അലറി. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ സത്വം പറഞ്ഞു. നീ വീട്ടിലെത്തുമ്പോൾ നിന്നെ എതിരേൽക്കുന്ന ആദ്യത്തെ സാധനവുമായി മടങ്ങി വരുമെന്ന് നീ ശപഥം ചെയ്യണം. അതു കേട്ടപ്പോൾ കച്ചവടക്കാരൻ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. കാരണം നീണ്ട യാത്ര കഴിഞ്ഞ് അയാൾ വീട്ടിലെത്തുമ്പോഴൊക്കെ തന്നെ കാണാൻ ആദ്യം ഓടിയെത്തുന്നത് അയാൾ വളർത്തിയിരുന്ന കറുത്ത ചെറിയൊരു നായ്ക്കുട്ടിയായിരുന്നു. അതുകൊണ്ടയാൾ സന്തോഷത്തോടെ അത് സമ്മതിച്ച് റോസാപ്പൂവ് ഏറെ ശ്രദ്ധയോടെ തന്റെ തൊപ്പിയിൽ വെച്ച് തിടുക്കത്തിൽ വീട്ടിലേക്ക് തിരിച്ചു. കച്ചവടക്കാരൻ ഗേറ്റ് കടക്കുമ്പോൾ സുന്ദരി തന്റെ കിടക്കമുറിയുടെ ജാലകത്തിലൂടെ അയാളെ കണ്ടു. തൊപ്പിയിലെ റോസാപ്പൂവ് മുകളിലേക്കും താഴേക്കും ഇളകിയാട്ടിക്കൊണ്ട് തന്റെ പിതാവ് കുതിരയോടിച്ചു വരുന്നത് അവൾ അതിശയത്തോടെ നോക്കി നിന്നു. ഞാനിത് വിശ്വസിക്കില്ല. അദ്ദേഹം ഒരു പിങ്ക് റോസാപ്പൂ കണ്ടെത്തിയിരിക്കുന്നു. പുറത്തേക്ക് പായുന്നതിനിടയിൽ അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പിതാവിനെ എതിരേൽക്കാനായി ഉമ്മറവാതിൽക്കലേക്ക് അവൾ തിടുക്കത്തിലെത്തി. ആ സമയം പിതാവിന്റെ നായ്ക്കുട്ടിയാകട്ടെ അടുപ്പിന്റെ മൂട്ടിൽ സുഖനിദ്രയിലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മകളെ, അച്ഛൻ മകളോട് പറഞ്ഞു, ഈ പൂവിനു വേണ്ടി ഏറ്റവും ഭീകരമായ ഒരു വില എനിക്ക് കൊടുക്കേണ്ടി വരുന്നു. തുടർന്ന് താൻ വീട്ടിലെത്തുമ്പോൾ ആദ്യമായി കാണുന്നതിനെ ഭീകരസത്വത്തിന് കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്ത കാര്യം അയാൾ അവളെ പറഞ്ഞു കേൾപ്പിച്ചു. വിഷമിക്കാതെ അച്ഛാ, സുന്ദരി പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ പോകാം. താങ്കൾ പറഞ്ഞതുപോലെ അത്ര ദുഷ്ടനായിരിക്കില്ല ആ ഭീകരസത്വം. ഞാൻ സൗമ്യമായി ചോദിച്ചാൽ ചിലപ്പോൾ തിരിച്ചു പോരാൻ അത് എന്നെ അനുവദിച്ചേക്കും. തലേന്നു രാത്രിയിൽ ഒരു പോള കണ്ണടയ്ക്കാത്തതുകൊണ്ട് പിറ്റേന്നു കാലത്ത് സുന്ദരിയുടെയും അവളുടെ അച്ഛന്റെയും കണ്ണുകൾ ചുവന്നിരുന്നു. അവരിരുവരും വളരെ ക്ഷീണിതരായും കാണപ്പെട്ടു. താങ്കൾ വാക്കു പാലിക്കണം, സുന്ദരി പറഞ്ഞു. പക്ഷേ എനിക്ക് തീർച്ചയുണ്ട് അത് ഏറ്റവും നന്നായി പരിണമിക്കുമെന്ന്. ശരി ശരി, പെട്ടെന്ന് തന്നെ പോവുക. പിതാവ് കൊണ്ടുവന്ന ഉടുപ്പുകൾ തിടുക്കത്തിൽ ഇട്ടു നോക്കുന്നതിനിടയിൽ സുന്ദരിയുടെ ചേച്ചിമാർ പറഞ്ഞു. അങ്ങനെ സുന്ദരിയും അവളുടെ അച്ഛനും കുതിരപ്പുറത്ത് കയറി തണുത്ത വിജനമായ ഗ്രാമപ്രദേശത്ത് കൂടെ യാത്ര ചെയ്തു. രണ്ടുപേരുടെയും കുതിരകൾക്ക് ഭീകരസത്വത്തിന്റെ കൊട്ടാരത്തിലേക്കുള്ള വഴി അറിയാമെന്ന് തോന്നി. തങ്ങൾ ഒരുപാട് തവണ ഭീകരസത്വത്തിന്റെ കൊട്ടാരത്തിലേക്ക് പോയിട്ടുണ്ടെന്ന പോലെയായിരുന്നു അവരുടെ യാത്ര. സുന്ദരിയും അവളുടെ പിതാവും കൊട്ടാരത്തിന്റെ പരിസരത്തേക്ക് കടന്നപ്പോൾ ഗ്രീഷ്മകാല പുഷ്പങ്ങളാലും നിബിഡമായി തഴച്ചു വളരുന്ന റോസാ ചെടികളാലും അവർ ചുറ്റപ്പെട്ടു. ഇതെന്ത് ഇന്ദ്രജാലമാണ്? സുന്ദരി അത്ഭുതപ്പെട്ടു. അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. മഞ്ഞുകാലത്തിന്റെ മധ്യത്തിൽ ഇത്രയും റോസാപ്പൂക്കളോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കുതിരകളെ കെട്ടിയിട്ട് അവർ കൊട്ടാരത്തിനുള്ളിലേക്ക് നടന്നു. ഊണുമുറിയിൽ 2 ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു. വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം വെള്ളിമൂടിക്കുള്ളിൽ അവർക്കായി ഒരുക്കി വെച്ചിരുന്നു. വരൂ അച്ഛാ, സുന്ദരി ധൈര്യപൂർവ്വം പറഞ്ഞു. അച്ഛൻ കഴിച്ചാൽ ഞാനും കഴിക്കാം. തേനിന്റെ മധുരമുള്ള പഴുത്ത പീച്ച് പഴങ്ങൾ കഴിച്ചു തീർന്നില്ല. അപ്പോഴേക്കും ഭയപ്പെടുത്തുന്ന ഒരു അലർച്ച വാതിലിന് പുറത്തു കേട്ടു. അത് കൂടുതൽ കൂടുതൽ ഉച്ചത്തിലായി. പീച്ച് പഴം സുന്ദരിയുടെ കയ്യിൽ നിന്ന് വീണുപോയി. അവൾ വാതിൽക്കലേക്ക് നോക്കി. അവിടെ ഭീകരസത്വം നിൽക്കുന്നു. അച്ഛൻ പറഞ്ഞു കേട്ടതിനേക്കാളേറെ ഭീകരമായിരുന്നു ആ രൂപം. സത്വം അതിന്റെ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ, അതായത് വെളുത്ത കോളർ വെച്ച ഒരു ചുവന്ന വെൽവെറ്റ് ഉടുപ്പ് ധരിച്ചിരുന്നു. ഇതെല്ലാം അതിനെ കൂടുതൽ വികൃതമാക്കിയതേയുള്ളൂ. അവരുടെ അരികിൽ വന്നിരുന്നിട്ട് അത് ചോദിച്ചു. നിങ്ങൾ എന്റെ റോസാപ്പൂ പറിച്ചെടുത്തത് ഈ സുന്ദരിക്ക് വേണ്ടിയായിരുന്നു അല്ലേ? അതെ, കച്ചവടക്കാരൻ വിഷമത്തോടെ പറഞ്ഞു. ഞാൻ വീട്ടിലെത്തിയപ്പോൾ എന്നെ സ്വീകരിക്കാനായി അവളാണ് ഓടിവന്നത്. പിന്നീട് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന് ഇവിടേക്ക് വരണമെന്ന് അവൾ നിർബന്ധം പിടിച്ചു. നീ അങ്ങനെ ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്, സത്വം പറഞ്ഞു. അതിന്റെ മൃദുവും സൗമ്യവും ആയ ശബ്ദം കേൾക്കെ സുന്ദരി അത്ഭുതപ്പെട്ടുപോയി.
നിങ്ങൾ രാവിലെ തന്നെ മടങ്ങണം, സത്വം കച്ചവടക്കാരനോട് പറഞ്ഞു. ഞാൻ വാക്കു തരുന്നു, നിങ്ങളുടെ മകൾ എൻ്റെ ഒപ്പം ഏറെ സുരക്ഷിതയായിരിക്കുമെന്ന്. പിറ്റേന്ന് സുന്ദരിയുടെ അച്ഛൻ വേദനയോടെ കൊട്ടാരം വിട്ടിറങ്ങി. പരിമളം പൊഴിക്കുന്ന റോസാ ചെടികൾക്കിടയിലൂടെ നടന്ന് സുന്ദരി ആ പകൽ ചെലവഴിച്ചു. അത്താഴത്തിനു ശേഷം അവൾ മുറിയിലിരിക്കുമ്പോൾ വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. അകത്തേക്ക് വന്നോട്ടെ, സത്വം ചോദിച്ചു. തീർച്ചയായും, മറ്റൊരു കസേര നെരിപ്പോടിനരികിലേക്ക് വലിച്ചിട്ട് അവൾ പറഞ്ഞു. സത്വം വളരെ സൗമ്യമായി സംസാരിച്ചതുകൊണ്ട് അത് എത്ര വികൃതരൂപിയാണെന്നുള്ള കാര്യം അവൾ മറന്നുപോയി. അടുത്ത രാത്രിയിലും സത്വം അവളുടെ മുറിയിലേക്ക് വന്നു. ആ സമയം അതിൻ്റെ ശബ്ദം മുമ്പക്കാളൊക്കെ മൃദുവായി. മൂന്നാം ദിവസം രാത്രിയിൽ സത്വം സുന്ദരിക്കായി ഒരു കുല പിങ്ക് റോസാപ്പൂക്കൾ കൊണ്ടുവന്നു. ഓ, എത്ര മനോഹരം, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്നെ വിവാഹം കഴിക്കുമോ? സത്വം മുട്ടിന്മേൽ നിന്നുകൊണ്ട് ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സത്വമേ, സുന്ദരി പറഞ്ഞു, എനിക്ക് പറ്റില്ല. എന്നാൽ ഞാൻ മരിച്ചു പോവും, സത്വം പറഞ്ഞു. രണ്ടു വലിയ കണ്ണീർത്തുള്ളികൾ സത്വത്തിൻ്റെ വികൃതമായ കവളിൽ കൂടി ഒഴുകി. അത് മുറി വിട്ടിട്ട് പുറത്തേക്ക് പോയി. താമസിയാതെ തന്നെ തൻ്റെ മുറിയിലുള്ളത് മാന്ത്രിക കണ്ണാടിയെന്ന് സുന്ദരിക്ക് മനസ്സിലായി. അതിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ അവൾക്ക് സ്വന്തം രൂപം കാണാനാവും, മറ്റു ചിലപ്പോഴാകട്ടെ മറ്റു വല്ല സ്ഥലങ്ങളിലും ഉള്ള ആളുകളുടെയും സംഭവങ്ങളുടെയും ഒക്കെ ചിത്രങ്ങളാവും അതിൽ കാണുക. ഒരു ദിവസം കണ്ണാടിയിൽ നോക്കി അവൾക്ക് തൻ്റെ പാവമച്ഛൻ സുഖമില്ലാതെ കിടക്കയിൽ കിടക്കുന്നത് കാണാൻ കഴിഞ്ഞു. അവളുടെ ചേച്ചിമാർ മറ്റൊരു മുറിയിലായിരുന്നു. അവർ അന്യോന്യം തലമുടി ചുരുട്ടിക്കൊടുത്ത് പൊട്ടിച്ചിരിക്കുന്നതാണ് അവൾ കണ്ടത്. അവർ തങ്ങളുടെ രോഗിയായ പിതാവിനെ മറന്നതായി തോന്നി. ആ രാത്രിയിൽ ഭീകരസത്വം തൻ്റെ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ സുന്ദരി വിഷാദവതിയായിരുന്നു. അവൾ സത്വത്തിനോട് താൻ കണ്ടതിനെപ്പറ്റി പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോയി എൻ്റെ പിതാവിനെ ശുശ്രൂഷിക്കണമായിരുന്നു, അവൾ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകും. അപ്പോൾ എൻ്റെ കാര്യമോ? സത്വം അവളോട് ചോദിച്ചു. സുന്ദരി കരയാൻ തുടങ്ങിയപ്പോൾ ഒരാഴ്ചത്തേക്ക് വീട്ടിലേക്ക് പോകാൻ സത്വം അവൾക്ക് അനുവാദം കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞാലുടൻ മടങ്ങി വരാമെന്ന് അവൾ അയാൾക്ക് വാക്കും കൊടുത്തു. സുന്ദരിക്ക് വിശേഷപ്പെട്ട ഒരു പിങ്ക് റോസാപ്പൂ കൊടുത്തിട്ട് സത്വം പറഞ്ഞു, ഈ റോസാപ്പൂ കയ്യിൽ പിടിച്ചിട്ട് എവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നിന്നെ അവിടെ എത്തിക്കും. അതുപോലെ നിന്നെ ഇവിടെ തിരിച്ചെത്തിക്കുകയും ചെയ്യും. നീ തന്ന വാക്കു മറക്കരുത്. അയാൾ മുറിവിട്ട് പുറത്തേക്ക് പോയപ്പോൾ അയാളുടെ വസ്ത്രങ്ങൾ ഉലയുന്ന മർമ്മര ശബ്ദം ഉയർന്നു കേട്ടു. ഉടൻ തന്നെ പൂവ് പിടിച്ച് സുന്ദരി വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുകയും അവൾ തൻ്റെ പിതാവിൻ്റെ അടുത്ത് എത്തിച്ചേരുകയും ചെയ്തു. അവൾ കൃത്യസമയത്ത് തന്നെയാണ് എത്തിയത്. അവളുടെ പിതാവ് തീരെ അവശനായിരുന്നു. പക്ഷേ മകളെ കണ്ടതോടെ അയാളുടെ അസുഖം പാതി കുറഞ്ഞു. ഭീകരസത്വത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേകതരം പച്ചമരുന്നുകളിട്ട് അവൾ അച്ഛനു വേണ്ടി സൂപ്പുകൾ ഉണ്ടാക്കി. അത് കുടിച്ചപ്പോഴേക്കും രോഗം കുറഞ്ഞ് അയാളുടെ ആരോഗ്യം മടങ്ങി വന്നു. സത്വത്തിൻ്റെ കൊട്ടാരത്തെപ്പറ്റിയും അവിടെയുള്ള അത്ഭുതകരമായ റോസാത്തോട്ടത്തെപ്പറ്റിയും സ്വർണപാത്രങ്ങളെപ്പറ്റിയും ഒക്കെ സുന്ദരി വിവരിച്ചപ്പോൾ ചേച്ചിമാർക്ക് അവളോട് അസൂയയായി. നമ്മുടെ പഴയ തടിപ്പാത്രങ്ങൾ കഴിക്കാൻ നിനക്കിപ്പോൾ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു, അവർ പരിഹസിച്ചു. ഒരാഴ്ച ഏതാണ്ട് തീരാറായപ്പോൾ അവളുടെ ചേച്ചിമാർ ഒരു പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തു. സുന്ദരി അവിടെ മാന്ത്രികത്തോട്ടത്തിൽ ചുറ്റിത്തിരിഞ്ഞ് മുന്തിരിയും മറ്റും തിന്നു നടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇവിടെ കിടന്ന് വീട്ടുപണി ചെയ്യുന്നത്? അവൾ തിരിച്ചു പോകുന്നത് നമ്മൾ തടയണം. അവളുടെ വിലപിടിച്ച ആ സത്വം അവളെ കൊണ്ടുപോകാൻ വരുമോ എന്ന് ഒന്ന് നോക്കാം, അവളുടെ ഒരു ചേച്ചി പറഞ്ഞു. ഓ, എത്രത്തോളം മനോഹരമായിരിക്കും അവിടുത്തെ കാഴ്ച, അവളുടെ മറ്റേ ചേച്ചി പറഞ്ഞു. സുന്ദരിയോട് വലിയ സ്നേഹമുണ്ടെന്ന് ഭാവിച്ച് ചേച്ചിമാർ അവളെ ചുംബനം കൊണ്ട് പൊതിയുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു. നീ ഇപ്പോൾ പോവുകയാണെങ്കിൽ നമ്മുടെ അച്ഛൻ താമസിയാതെ വീണ്ടും രോഗിയാകുമെന്ന് ഞങ്ങൾക്ക് തീർച്ചയുണ്ട്, അവർ പറഞ്ഞു. എന്നിട്ടവർ അടുക്കളയിലേക്ക് ചെന്ന് ഉള്ളി കണ്ണിലേക്ക് വലിച്ചു കയറ്റി കണ്ണീര് വരുത്തി കരയാൻ നോക്കി. നീ ആ ഭീകരസത്വത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന കാര്യം ഓർക്കുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവർ ഏങ്ങിക്കരഞ്ഞു. സുന്ദരി വളരെ മൃദുല ചിത്തയായിരുന്നു. അവൾക്ക് കരുണാർദ്രമായ ഒരു മനസ്സും ഉണ്ട്. അതുകൊണ്ട് ഒരാഴ്ച കൂടെ താമസിക്കാമെന്ന് അവൾ സമ്മതിച്ചു. എന്നാൽ അത് കഴിഞ്ഞ് എനിക്ക് പോയേ പറ്റൂ, അവൾ പറഞ്ഞു.
കാരണം ഞാൻ വാക്കു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മാത്രമാണ് ആ ഭീകര സത്വത്തിന്റെ അസാന്നിധ്യം തന്നെ എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് ഏതാണ്ട് അത്ഭുതത്തോടെ അവൾ മനസ്സിലാക്കിയത്. എല്ലാ വൈകുന്നേരങ്ങളിലും നെരിപ്പോടിനരികെ ഇരുന്നുള്ള കുശലഭാഷണത്തിന്റെ അഭാവവും അവൾ അനുഭവിച്ചു. രണ്ടാമത്തെ ആഴ്ചയുടെ അവസാനം സുന്ദരി അച്ഛനെ ചുംബിച്ചിട്ട് വിഷമിക്കേണ്ടെന്ന് അച്ഛനോട് പറഞ്ഞു. എനിക്കിപ്പോൾ ആ ഭീകരസത്വത്തിനെ ഒട്ടും പേടിയില്ല, അവൾ പറഞ്ഞു. എനിക്കറിയാമത് എനിക്ക് ഒരു ഉപദ്രവവും ചെയ്യില്ലെന്ന്. സുന്ദരിയുടെ ചേച്ചിമാരാകട്ടെ ഭീകരസത്വം അലറിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നതും കാത്തിരുന്ന് ഏറെ മുഷിഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് സുന്ദരിയുടെ യാത്ര നീട്ടിവെപ്പിക്കാൻ അവർ ശ്രമിച്ചതുമില്ല. സുന്ദരി റോസാപ്പൂ കയ്യിലെടുത്ത് സത്വത്തിന്റെ കൊട്ടാരത്തിലുള്ള അവളുടെ മുറിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. സത്വം തന്നോട് സംസാരിക്കാനായി കടന്നുവരുന്നത് അവൾ കാത്തു. പക്ഷേ അയാൾ വന്നില്ല. സുന്ദരി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കമില്ലാത്ത ആ രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേന്ന് കാലത്ത് ഭീകരസത്വത്തെ തിരക്കി അവൾ പുറപ്പെട്ടു. കൊട്ടാരത്തിന്റെ ഓരോ മുറിയിലും അവൾ നോക്കി. കഷ്ടം, അവിടെങ്ങും അയാളുടെ പൊടി പോലും കണ്ടില്ല. അതുകൊണ്ടവൾ തോട്ടത്തിലേക്കു നടന്നു. തണുത്ത പുല്ലിലൂടെ നഗ്നപാതയായി അവൾ നടക്കുമ്പോൾ മഞ്ഞുതുള്ളികളാൽ മൂടപ്പെട്ട റോസാപ്പൂക്കളെല്ലാം മഴവില്ലുപോലെ തിളങ്ങി. പ്രിയപ്പെട്ട സത്വമേ, നീ എവിടെയാണ്? സുന്ദരി ചോദിച്ചു. തോട്ടത്തിന്റെ ഒരരികിൽ സത്വം കിടന്നിരുന്നു. അത് മരിച്ചു, അവൾ കരുതി. ഞാൻ എൻ്റെ വാക്കു തെറ്റിച്ചു. ഞാനാണ് സത്വത്തെ കൊന്നത്. അവൾ മുട്ടുകുത്തി. അതിൻ്റെ നീണ്ട നഖങ്ങളുള്ള രോമാവൃതമായ കൈത്തണ്ട കയ്യിലെടുത്ത് കണ്ണീരൊഴുക്കുവാൻ തുടങ്ങി. അവളുടെ കണ്ണുനീർ മുഖത്തു വീണപ്പോൾ സത്വം കണ്ണു തുറന്ന് അവളെ നോക്കി. നീ എന്നോട് പറഞ്ഞ വാക്കു തെറ്റിച്ചു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്വം നെടുവീർപ്പിട്ടു. ഇല്ല, സുന്ദരി അവളുടെ തേങ്ങലിനിടയിലൂടെ ഉച്ചത്തിൽ പറഞ്ഞു. ഞാൻ എന്താണ് നിങ്ങളെ രക്ഷിക്കാനായി ചെയ്യേണ്ടത്? എന്നെ വിവാഹം കഴിക്കുമോ? സത്വം ദയനീയമായി ചോദിച്ചു. തീർച്ചയായും, സുന്ദരി ഉടനെ തന്നെ മറുപടി പറഞ്ഞു. അപ്പോൾ ഞൊടിയിടയിൽ തന്നെ ഒരു പ്രകാശം മിന്നിമറഞ്ഞു. സത്വം അപ്രത്യക്ഷമായി. പകരം സുന്ദരിയുടെ മുന്നിൽ സുന്ദരനായ ഒരു രാജകുമാരൻ പ്രത്യക്ഷപ്പെട്ടു. എവിടെയാണ് എൻ്റെ സത്വം? ചുറ്റും നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ദാ ഞാൻ ഇവിടെയുണ്ട്, പുഞ്ചിരിയോടെ രാജകുമാരൻ കൈകൾ രണ്ടും നീട്ടിക്കൊണ്ട് പറഞ്ഞു. ദുഷ്ടയായ ഒരു മന്ത്രവാദി തന്റെ മാന്ത്രിക ശക്തിയാൽ ബന്ധിച്ച് എന്നെ ഒരു ഭീകര സത്വമാക്കി മാറ്റി. ഒരു സുന്ദരിയായ പെൺകുട്ടി എന്നെ വിവാഹം ചെയ്യാൻ സമ്മതിക്കുന്നതുവരെ സത്വമായി തന്നെ കഴിയേണ്ടി വരും എന്ന് ശപിച്ചു. ഞാൻ എത്രയ്ക്ക് വിരൂപനാണെങ്കിലും എന്നെ വിവാഹം കഴിക്കാൻ നീ സമ്മതിച്ചു. അങ്ങനെ നീ എന്നെ രക്ഷിച്ചു. സുന്ദരിയുടെ അച്ഛനെയും സഹോദരിമാരെയും തങ്ങളുടെ വിവാഹത്തിനു വേണ്ടി കൊണ്ടുവരാൻ രാജകുമാരൻ ഒരു സ്വർണ്ണ രഥം അയച്ചു. അങ്ങനെ അച്ഛൻ്റെയും സഹോദരിമാരുടെയും സാന്നിധ്യത്തിൽ സുന്ദരിയും കോമളനായ രാജകുമാരനും തമ്മിലുള്ള വിവാഹം നടന്നു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കൊട്ടാരം മുഴുവൻ പൂക്കളാലും പൊട്ടിച്ചിരികളാലും നിറഞ്ഞു. വിവാഹ വിരുന്നിനു ശേഷം സുന്ദരിയുടെ ചേച്ചിമാർ പൂന്തോട്ടത്തിലേക്ക് ബന്ധപ്പെട്ടു പാഞ്ഞു. ഓരോ റോസാ ചെടിയുടെയും അടുത്തേക്ക് കുനിഞ്ഞു നിന്ന് പരിശോധിച്ചു. അത് കണ്ട് രാജകുമാരൻ ചോദിച്ചു, അവരെന്താണാ ചെയ്യുന്നത്? തങ്ങളുടെ രാജകുമാരനെ പ്രതീക്ഷിച്ചുകൊണ്ട് മാന്ത്രിക റോസാപ്പൂ തിരയുകയാണെന്ന് എനിക്ക് തോന്നുന്നത്, സുന്ദരി പുഞ്ചിരിയോടെ പറഞ്ഞു. പക്ഷേ നിശ്ചയമായും ഇത്തരം ഇന്ദ്രജാലമൊക്കെ ആയുസ്സിൽ ഒരിക്കലേ സംഭവിക്കൂ. സുന്ദരിയുടെയും ഭീകരസത്വത്തിന്റെയും കഥ ഇഷ്ടമായോ? ഇതുപോലെയുള്ള കഥകൾ കേൾക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.